കുഴിമാടത്തിൽ ചെന്നപ്പോൾ ഞാൻ കുഴിമാടത്തിൽ ചെന്ന് പൗലോസിൻ്റെ ജയിലിൻ്റെ അടുത്ത് പോയെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച്. പൗലോസ് കിടന്ന ജയിലിൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഞാൻ ബലഹീനമായിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ലോകത്തിന് ആധ്യാത്മികതയുടെ വലിയ ട്രഷർ കൊടുത്തത് പൗലോസിൻ്റെ നാവിൽ നിന്നാണ്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഈ കൃപാസനം ധ്യാനത്തിന് മുഴുവൻ അന്തസത്ത കൃപയാണ്. ശക്തി ദൈവത്തിൻ്റെ ശക്തി കൃപയായിട്ടും ദൈവത്തിൻ്റെ കൃപ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നു. അത് ഉടമ്പടി വഴി എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ആധ്യാത്മിക പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ പൗലോസിൻ്റെ അടുത്ത് പോയി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതൊക്കെ ഏറ്റവും നല്ലവരും എല്ലാത്തിനുപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുന്നു, പാപങ്ങളെ വെറുക്കുന്നു. നിങ്ങളുടെ ഈ മനസ്താപ്രകടനം മാത്രം. എൻ്റെ മക്കളെ ഒരു കാര്യം, ഈ കൃപാസന മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി ജീവിതമാക്കിയവർ, നിങ്ങൾ വിശ്വാസപ്രകടനം ചെല്ലുന്നതിന് മുമ്പ് മനസ്താപ്രകടനം ചൊല്ലിയിരിക്കണം. കാര്യം നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ജീവിതം, പ്രഘോഷണമാണ്. പക്ഷേ അതിന് നമ്മളെ യോഗ്യമാക്കണത്, ഒരു സാഹചര്യം ഒരുക്കണതും ഈ മനസ്താപകരണമാണ്. പാപത്തെ അഡ്രസ്സ് ചെയ്യണതാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും ക്രിസ്തുവിൻ്റെ ദൗത്യവും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പാപമില്ലാതെ ജീവിക്കാൻ വേണ്ടിയുള്ള പരക്കമാണ് മനസ്സിലുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ മനസ്താപകരണം ചെയ്തിട്ട് അനുതാപത്തിലേക്ക് വരുന്നത്. കാര്യം സുവിശേഷം മൊത്തം അനുതാപത്തിൻ്റെ യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ മാനവരാശി അനുതാപത്തിൻ്റെ അനുരണനങ്ങളിലേക്ക്, അധ്യായങ്ങളിലേക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ യൂദയായിൽ നിന്ന് ജെറുസലേമിലേക്ക് പോണത് തന്നെ. അപ്പം അതിനുള്ളിലാണ് ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിനെ ഈശോ അഡ്രസ്സ് ചെയ്യണത്. നമ്മൾ തന്നെ ഉള്ള തിന്മയുടെ ആത്മാവിനെ നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ന് ചോദിക്കാൻ എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ തന്നെ ധ്യാനിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ